6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ലെസണിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. ആദ്യമേ തന്നെ അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൽ പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്താണ് പോഷകാഹാരം? പോഷകാഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും മിനറൽസും ഖനിജങ്ങളും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും അടങ്ങിയ ആഹാരമാണ്. ഇത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്താനും ഊർജം ലഭിക്കാനുമാണ് സഹായിക്കുന്നു. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഒന്നാമത്തെ ധാന്യങ്ങളാണ്. രണ്ടാമത്തെ പിക്ചറിൽ പഴങ്ങൾ, മൂന്നാമത്തേൽ പച്ചക്കറികൾ, 4 പയറുവർഗ്ഗങ്ങൾ, 5 ഇലക്കറികൾ. ആ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണെന്ന്. നമുക്കിഷ്ടമുള്ളത് എഴുതാം. ഇപ്പോൾ പഴങ്ങൾ എന്നാണ് ഞാൻ എഴുതിയത്. ഇനി ഇഷ്ടമില്ലാത്തവയുണ്ടോ? ഉണ്ട്. പാവയ്ക്ക എന്ന് എഴുതിയിട്ടുണ്ട്. അത് കാരണം കയ്പ്പ് രസം ഉള്ളതിനാൽ നമുക്കിഷ്ടമനുസരിച്ച് എഴുതാം കേട്ടോ. ഇനി നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തൂ. പ്രഭാത ഭക്ഷണം എന്തൊക്കെയാണ്? നമുക്കിഷ്ടമുള്ളത് എഴുതാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രം എഴുതിയിരിക്കുന്നു. ദോശ, സാമ്പാർ, പിന്നെ പാല്. ഉച്ചഭക്ഷണം ചോറ്, മുട്ടക്കറി, ചീരക്കറി. രാത്രി ഭക്ഷണം ചപ്പാത്തി, കുറുമക്കറി, പിന്നെ പഴം. അങ്ങനെ. ഇനി അടുത്ത പേജിൽ ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? ആണോ? അല്ല. ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? മതിയാകില്ല. കാരണം എന്താ? കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ആഹാര പദാർത്ഥം മാത്രമാണോ നാം കഴിക്കേണ്ടത് അങ്ങനെ ചോദിച്ചാൽ പോരാ, മതിയാകില്ല. കാരണം ശരിയായ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: ആഹാരം എന്തിനാണ്? നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്: നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. പിന്നെ നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ആഹാരത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങൾ കിട്ടുന്നത്. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, മിനറൽസ് അതായത് ധാതുക്കൾ, ഇവയെല്ലാമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അതായത് എല്ലാ തരത്തിലുള്ള പോഷക ഘടകങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കണ്ട, എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ്? നാം നമ്മുടെ വളർച്ചയ്ക്കും രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനും ഊർജം ലഭിക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. അടുത്തത് ഊർജം ലഭിക്കാൻ, വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ചിത്രം നിരീക്ഷിക്കുക. ഇനി അടുത്തത് ഭക്ഷണത്തിലുള്ള ഒരു ഇതാണ് കാർബോഹൈഡ്രേറ്റ്. പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ ജോലി എന്താണ്? എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം, ജോലി?
അതായത് ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. മെയിനായിട്ടും കിട്ടുന്നത് നമുക്ക് ധാന്യങ്ങളിൽ നിന്നും കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്നുമാണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? അതിനൊരു അയഡിൻ ടെസ്റ്റ് ഉണ്ട്. അയഡിൻ ടെസ്റ്റിൽ ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു പാലും ഒരു ടെസ്റ്റ് ട്യൂബിൽ കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് നേർപ്പിച്ച അയഡിൻ ലായനി ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. അപ്പോൾ ഈ അയഡിൻ ലായനി ചേർക്കുമ്പോൾ ഇതിൽ വരുന്ന ഈ ടെസ്റ്റ് ട്യൂബിലുള്ള ദ്രാവകത്തിൽ വരുന്ന നിറം മാറ്റം അനുസരിച്ചിട്ടാണ് അന്നജം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയേണ്ടത്. അന്നജം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ നിറം കടും നീലയായി. അപ്പോൾ കടും നീലയായ അതിൽ അന്നജം ഉണ്ട്. പാലിൻ്റെ നിറം അയഡിൻ ലായനി ചേർത്തപ്പോൾ മാറിയില്ല, അതേപോലെ തന്നെ നിന്നു പാലിൻ്റെ കളറിൽ. അപ്പോൾ അന്നജമുള്ളത് കഞ്ഞിവെള്ളത്തിലാണ്, പാലിൽ അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് ഇല്ല. ഇനി ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയഡിൻ ലായനി ചേർത്തപ്പോഴുള്ള നിറമാറ്റവും കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഉരുളക്കിഴങ്ങിന് അയഡിൻ ലായനി ചേർത്തപ്പോൾ ഇരുണ്ട നീല നിറമായി. അതിൻ്റെ അർത്ഥം അതിൽ അന്നജം ഉണ്ട്. അന്നജം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കേട്ടോ. ഇനി വെള്ളരി നിറം മാറ്റം ഇല്ല. മൈദ ഇരുണ്ട നീല നിറമായി, അപ്പോൾ അതിൽ അന്നജം ഉണ്ട്. മുട്ടയുടെ വെള്ള നിറം മാറ്റം ഇല്ല. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അപ്പോൾ അന്നജത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. ഇത് അധിക വായനയ്ക്കുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ് എന്ന്? അതെന്തൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ, ഇതൊക്കെയാണ് ചെറുധാന്യങ്ങൾ. ഇത് ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ റാഗി, ബജ്ര, ചെറുധാന്യങ്ങൾ കേട്ടോ. ഉയർന്ന തോതിൽ പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതു ലവണങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇതിൽ ചെറുധാന്യങ്ങളിൽ. ഇനി നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വേറൊരു ഘടകമാണ് പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഇനി പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ. അപ്പോൾ ഈ ക്വാഷിയോർക്കർ ബാധിച്ച കുട്ടിയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്വാഷിയോർക്കറും മരാസ്മസും. ഇനി ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഏതാണ്? ചെറുപയർ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുപയർ, രണ്ടാമത്തെ പനീർ, മൂന്നാമത് കശുവണ്ടി, നാലാമത്തെ നിലക്കടല, കപ്പലണ്ടി, 5 മാംസം, പിന്നെ മത്സ്യം, മുട്ട, പാൽ. ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങളാണ്. പ്രോട്ടീൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? കപ്പലണ്ടി, കശുവണ്ടി, മുട്ട, പാൽ, ചെറുപയർ, മത്സ്യം, ഇതൊക്കെ. അടുത്തതാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അവ പോലെ തന്നെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഇനി കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. ഈ പേപ്പർ ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ കൊഴുപ്പുണ്ട് എന്നാണ്.
ഇനിയിപ്പോൾ ഏതെല്ലാം ആഹാര വസ്തുക്കളിൽ കൊഴുപ്പുണ്ടെന്ന് നമുക്ക് നോക്കാം. ചിപ്സ് നോക്കിയ നിരീക്ഷണ ഫലം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നു. അപ്പോൾ അതിൽ ചിപ്സിൽ കൊഴുപ്പുണ്ട്. പച്ച വാഴയ്ക്ക എണ്ണയുടെ പാടില്ല, അപ്പോൾ അത് കൊഴുപ്പില്ലാത്തത് പച്ച വാഴയ്ക്കയാണ്, പച്ചക്കായ. പിന്നെ ചതച്ച എള്ള്, കണ്ടോ, എള്ളെന്ന് പറയുമ്പോൾ തന്നെ അതിൽ എണ്ണ ഉണ്ട്. ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല, ഇതെല്ലാം കൊഴുപ്പുള്ള ഭക്ഷണ വസ്തുക്കളാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതുക. ഒന്നാമത്തേതാണ് വെളിച്ചെണ്ണ അല്ലേ, പിന്നെ രണ്ടാമത്തെ നെയ്യ്, മീനെണ്ണ, വെണ്ണ, സൂര്യകാന്തി എണ്ണ, അതാണ് ആ ബോട്ടിലിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ തന്നിരിക്കുന്നതിന് സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ, അങ്ങനെ തരം തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സസ്യത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? വെളിച്ചെണ്ണയും സൂര്യകാന്തി എണ്ണയും. ജന്തു എന്ന് പറയുമ്പോൾ അനിമൽസ് ഏതൊക്കെയാണ്? മത്സ്യെണ്ണ, മീനെണ്ണ, വെണ്ണ. ജന്തുജന്യ കൊഴുപ്പിലാണ് വെണ്ണ പെടുന്നത്. അടുത്തത് കൊളസ്ട്രോൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താകാം കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടി രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം, സ്ട്രോക്ക് അങ്ങനെ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അപ്പം ഇതിൻ്റെ ഉത്തരം ഇതാണ്: കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത്, ആവശ്യത്തിന് കഴിക്കണം, അല്ലാതെ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിന് കാരണം കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോള്. അത് അധികമായാൽ, കൊഴുപ്പ് കൂടിയാൽ രക്തത്തിൻ്റെ ഉൾഭിത്തിയിൽ, രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടി അത് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ഹൃദ്രോഗം, പക്ഷാഘാതം, സ്ട്രോക്ക് അങ്ങനെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. അടുത്തത് വിറ്റാമിനുകളാണ്, വൈറ്റമിൻസ്. വിറ്റാമിനുകൾ എന്നാൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. മോണയിലെ രക്തസ്രാവം അത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതിന് മരുന്നിനൊപ്പം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ് വൈറ്റമിൻ എ. വിറ്റാമിൻ എയിൽ എന്തൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം വൈറ്റമിൻ എ. പിന്നെ വൈറ്റമിൻ ബി, തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ സി, പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ, നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ത്വക്കിൻ്റെ? വിറ്റാമിൻ എയും ബിയും. ഇനി വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? എന്തൊക്കെയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ് വിറ്റാമിൻ ഡി വേണ്ടത്. അത് ഇവരുടെ ആരോഗ്യം, വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബിയും സിയും. വിറ്റാമിൻ എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. പിന്നെ വിറ്റാമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു. വിറ്റാമിൻ ഡി. വിറ്റാമിൻ ബി കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിറ്റാമിൻ എ
ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് കഴിക്കേണ്ടത്? മത്സ്യം, ക്യാരറ്റ്, ചീര, പാൽ, മുരിങ്ങയില. ഇനി വിറ്റാമിൻ ബി മട്ടരി, ചീര, മുട്ട, പാൽ, ചേമ്പിൻ്റെ ഇല. അതിൽ വിറ്റാമിൻ ബി ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഇനി വിറ്റാമിൻ സി നെല്ലിക്ക, നാരങ്ങ, പപ്പായ, പഴങ്ങൾ, മുരിങ്ങയില. ഇനി വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട. വിറ്റാമിൻ ഇ നിലക്കടല, ബദാം, പാലുൽപ്പന്നങ്ങൾ. വിറ്റാമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, ചീര. വീണ്ടും പറയാണ്, വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എന്തിനാണ് കുട്ടികൾക്ക് അയേൺ ഗുളിക നൽകുന്നത്? എന്തിനാണ് കുട്ടികൾക്ക് അയേൺ ഗുളിക കൊടുക്കുന്നത്? അയേൺ ഒരു ധാതുവാണ്. ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇനി പ്രധാന ധാതുക്കൾ അയേൺ. ആഹാരം ഏതൊക്കെയാണ് കഴിക്കേണ്ടത്? ഇലക്കറികൾ, മത്സ്യം, ലിവർ, ശർക്കര. അതിൻ്റെ പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇനി കാൽസ്യം ഉണ്ടാകാൻ മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നു. ഇനി അയഡിൻ കടൽ വിഭവങ്ങളാണ് കഴിക്കേണ്ടത്. മത്സ്യങ്ങളൊക്കെ, കടൽ മത്സ്യങ്ങൾ. അത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഇനി ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് എന്ത്? ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ഇനി അടുത്തത് അപര്യാപ്തത രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഡിസീസസ്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിൽ ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ ലഭ്യമായില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് അപര്യാപ്തത രോഗങ്ങൾ. ഇനി വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. വിറ്റാമിൻ ബി ഗ്ലോസിറ്റിസ്, അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥ, അതായത് വായ്പുണ്ണ്. പിന്നെ വിറ്റാമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതിൻ്റെ വേറൊരു പേരാണ് സ്കർവി. പിന്നെ വിറ്റാമിൻ ഡി കണ. ഇനി ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? എന്താണ്? വിറ്റാമിൻ സി. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? വിറ്റാമിൻ ബി ലഭിക്കുന്ന മുട്ട, പാൽ, ചീര, മട്ടരി, ചേമ്പില. ഇനി ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? വിറ്റാമിൻ എ. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണ എന്ന അസുഖം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. എന്താണ് നിശാന്തത? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഇനി എന്തൊക്കെയാണ്? അയേണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ, അതായത് വിളർച്ച. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? കടൽ വിഭവങ്ങളാണ്, കൂടുതലായും കടൽ മത്സ്യങ്ങൾ. എന്തുകൊണ്ട്? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ രോഗം. കടൽ വിഭവങ്ങളിൽ നിന്നാണ് അയഡിൻ ലഭിക്കുന്നത്. ഇനി കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇനി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? എന്തൊക്കെ വേണം? മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം. എന്താണ് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്, അതായത് അസ്ഥിക്ഷയം എന്നതിൻ്റെ വേറൊരു പേരാണിത്. ഗോയിറ്റർ എന്ന് പറയുമ്പോൾ തൊണ്ടയിലെ മുഴ, അതിന് നമുക്ക് അയഡിൻ
ആണ് കൂടുതൽ അയഡിൻ ചേർന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്, കടൽ വിഭവങ്ങൾ. ഇനി അടുത്തത് നാരുകൾ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതിനും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. നാരുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോഷക ഘടകമൊന്നുമല്ല, എങ്കിലും ദഹന പ്രക്രിയയിൽ അതിനൊരു പ്രധാന പങ്കുണ്ട്. വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. അതിന് തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ്, ഇതിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാകുക? സംശയമില്ല, മാമ്പഴത്തിലാണ്. കാരണം മാമ്പഴം പിഴിഞ്ഞ് അതിൻ്റെ നാരുകളൊക്കെ മാറ്റുന്നതാണ് ജ്യൂസ്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് രൂപത്തിലാക്കാതെ ക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജലം. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്. പ്രത്യേകം നോക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ശരീരത്തിൻ്റെ എത്ര ശതമാനമാണ് ജലം? എത്രയാണ്? 70%. ഇത് ജലം ഒരു പോഷക ഘടകം അല്ല, എങ്കിലും ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ജലം ശരീരത്തിൽ നിന്ന് ജലനഷ്ടം സംഭവിക്കുന്നത് മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെയാണ്. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, ഇങ്ങനെയെല്ലാം ഇതിലൊക്കെ കൂടുതൽ വെള്ളം അടങ്ങി. പിന്നെ സാധാരണ വെള്ളം കൂടുതൽ കുടിക്കുക. ആരോഗ്യത്തിന് ഇനി അടുത്തത് സമീകൃത ആഹാരം. എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? എന്താണ് ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി ഒരു ഭക്ഷണ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കാർബോഹൈഡ്രേറ്റ്സിൽ എന്തൊക്കെ പെടുന്നുണ്ട്? അരി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ എഴുതണം? ഗോതമ്പ്, കപ്പ, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റിൽ പെട്ടതാണ് അല്ലേ? എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട്. കൊഴുപ്പ്, അതിൽ നെയ്യ്, മത്സ്യം, മാംസം, അതൊക്കെ ധാതുക്കളിൽ പെട്ടതാണ്. പ്രോട്ടീനിൽ ചെറുപയർ, മാംസം. ഉച്ചഭക്ഷണവും കലോറിയും. സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ മെനു പരിശോധിക്കൂ. അതിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ പോഷക ഘടകങ്ങളും പരിശോധിച്ച് പട്ടികപ്പെടുത്തൂ. വിഭവങ്ങൾ: തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള വിഭവങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ എഴുതാം. അതിൻ്റെ പോഷക ഘടകങ്ങൾ എന്തൊക്കെയുണ്ടെന്ന്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ധാതുക്കൾ, വിറ്റാമിൻ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന്. ഇനി ഓരോ ദിവസത്തെയും വിഭവങ്ങളും പോഷക ഘടകങ്ങളും രേഖപ്പെടുത്തിയത് ശ്രദ്ധിച്ചില്ലേ? കുട്ടികൾക്ക് സമീകൃത ആഹാരം ലഭിക്കുന്ന രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തത് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നു. ഉച്ചഭക്ഷണം അടുത്ത ക്വസ്റ്റ്യനാണ്. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചിലവ് കുറഞ്ഞതും പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാല്ലേ? ചോറ്, മുട്ട, പപ്പായത്തോരൻ, മുരിങ്ങയില, പരിപ്പ്, സാമ്പാർ. ഇനി പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? എങ്ങനെയൊക്കെയാണ്? 1. പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ, കറികൾ തുറന്ന് വേവിക്കുമ്പോൾ, പച്ചക്കറികൾ വേവിക്കുമ്പോൾ ആവശ്യത്തിലധികം വെള്ളമൊഴിച്ച് പാകം ചെയ്തതിന് ശേഷം വെള്ളം വാർത്ത് കളയുമ്പോൾ അതിലൂടെ ആ വിറ്റാമിനുകളൊക്കെ പോകുന്നു. പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? അതിലുള്ള വിറ്റാമിനുകൾ എല്ലാം മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ അതിലുള്ള വിറ്റാമിനുകൾ നഷ്ടപ്പെടുന്നു. പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി അടുത്തത് പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കൂ. കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ, ധാതുക്കൾ ഇലക്കറികൾ, കൊഴുപ്പ് എണ്ണകൾ, പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങൾ, മുട്ട. ഇനി അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഉത്തരം ഗോയിറ്റർ. മൂന്നാമത്തെ, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. നാരുകൾ ഒരു പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നതിന് എളുപ്പമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? ഏതൊക്കെയാണ്? വിറ്റാമിൻ സി. വൈറ്റമിൻ സി ആണ് പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഉപകരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയിൽ നെല്ലിക്ക, നാരങ്ങ, പപ്പായ, പഴങ്ങൾ, മുരിങ്ങയില. ഇനി ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷേ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യോജിക്കുന്നില്ല. കാരണം ശരീരത്തിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് അയൺ ആവശ്യമാണ്. അതുകൊണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിലേ ആവശ്യമുള്ളൂ എങ്കിലും അവ ആവശ്യത്തിന് ശരീരത്തിന് ലഭിച്ചില്ലെങ്കിൽ അപര്യാപ്തതാ രോഗങ്ങൾ, പലതരത്തിലുള്ള അപര്യാപ്തതാ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയാകും.